ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന 14 സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ആരോടും അത് പറയരുതെന്നുള്ളതാണ്. കാരണം ആ സ്വപ്നങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതം മാറ്റുന്ന ചില സ്വപ്നങ്ങളാണ്. അത് നമ്മൾ ആരോടും പറയരുത്. അങ്ങനെയുള്ള 14 സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം കുറേ നമുക്ക് ഗുണം തരുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സൂചനകൾ തരുന്ന കുറേ സ്വപ്നങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്കത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടു കഴിയുമ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആരോടും ചോദിച്ച് നടന്നാൽ അതിന് ഉത്തരം കിട്ടണമെന്നില്ല. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവർ തന്നെയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ ഞാനത് പറഞ്ഞുതരുന്നത്. ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം 14 സ്വപ്നങ്ങൾ, ഈ 14 സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങൾക്കത് വലിയ ജീവിതത്തിൽ ഉയർച്ച നൽകും. പിന്നെ കുറേ ഉയർച്ച നൽകുന്ന സ്വപ്നങ്ങളെ, ശ്രദ്ധിക്കേണ്ട സ്വപ്നങ്ങളൊക്കെ മുഴുവൻ പറയുന്നുണ്ട്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മളൊക്കെ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് പലപ്പോഴും അറിയത്തില്ല. അപ്പം നമ്മൾ പലരോടും ചോദിച്ചാലും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് വളരെ ഒരു അറിവ് തരുന്ന ഒരു കാര്യമായിരിക്കും. ചില സ്വപ്നങ്ങൾക്കകത്ത് ചില കാര്യങ്ങളുണ്ട്. കാര്യം അങ്ങനെ എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത്, അല്ലാതെ ഞാൻ പറഞ്ഞുതരത്തില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തുമില്ല, വാട്സപ്പ് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകൾ, പിന്നെ ചെയ്യേണ്ട രീതി, ചെയ്യേണ്ട ദിവസം, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഇതൊക്കെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മളോട് പരിശ്രമിക്കണം. ഇത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇപ്പം വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, ന്യായമായ സത്യസന്ധമായ കാര്യമായിരിക്കും. ഒരുത്തിനെ ഉപദ്രവിക്കുന്ന കാര്യമൊന്നും എന്നോട് ചോദിക്കരുത്. അതുപോലെ പ്രേമ വിഷയങ്ങളും എന്നോട് ചോദിക്കരുത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യ പ്രതിസന്ധി ഉണ്ടായി, അങ്ങനെ അത്യാവശ്യമുള്ളൊരു കാര്യമുണ്ട്, വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചുരുക്കി ഇടണം. വലിയ കഥയായിട്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. ചുരുക്കി ഇടുക. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്ക് അറിയാവുന്ന കാര്യം, നല്ല കാര്യമാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് ഫീസൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. കാരണം ഞാൻ കുറേ ഈ വാട്സപ്പ് നമ്പറുകൾ എഴുതി വെച്ചായിരുന്നു. അപ്പോൾ അത് പലപ്പോഴായിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തവരാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ ഇന്നിപ്പോൾ നോക്കി അതൊന്നും കാണുന്നില്ല. അത് ആരൊക്കെയാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തുമില്ല. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ ഇടുക. എനിക്ക് ഫ്രീ ആകുകയാണെങ്കിൽ ഞാൻ സമയം പോലെ പറ്റുന്നവർക്ക്, എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നൊരു കേട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ആ ഒരു സത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ്. കാരണം അവരുടെയൊക്കെ നമ്പർ കുറേ എൻ്റെ നിന്നും പോയി, നമ്പറുകൾ. അത് ഫോൺ പോയപ്പോഴും കുറേ പോയി, അല്ലാതെ കുറേയൊക്കെ എഴുതി വെച്ചു. അതിപ്പോൾ ഫോണിൽ അടിച്ചിട്ട് ചില നമ്പറൊന്നും കിട്ടുന്നുമില്ല. കാരണം മുഴുവൻ നമ്പറായിട്ട് എഴുതി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇടുക. ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ഈ വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവേ. സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്വപ്നങ്ങളിലും ചില കാര്യങ്ങളുണ്ട്. എല്ലാ സ്വപ്നങ്ങളും അല്ല, ചില സ്വപ്നങ്ങളിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരും പറഞ്ഞു തരാത്ത ചില കാര്യങ്ങളാണ്. നിങ്ങൾക്കത് ഒരു ജീവിതത്തിനൊരു ഗുണം കിട്ടും. കാരണം ചില സൂചനകളാണ് ചില സ്വപ്നങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശ്വരന് നന്ദി, മഹത്വം എല്ലാം പറഞ്ഞുതരാം. ഞാനീ പറയുന്ന 14 സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ ആരോടും പറയരുത്. ആ 14 സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. അതിൽ ഞാൻ ആദ്യമായിട്ട് പറയുന്ന സ്വപ്നം എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞാൻ കണ്ട ഒരു സ്വപ്നമാണ്. അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി. ആ സ്വപ്നത്തിന് ശേഷം അനുഭവമുള്ള കാര്യം ആദ്യം പറഞ്ഞുതരാം. അതായത് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു വീട്ടിൽ ചെല്ലുന്നു. വലിയൊരു വീടാണ്. അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ള ഒരാൾ എനിക്ക് ഇച്ചിരി കപ്പലണ്ടി തരുന്നു. നമ്മൾ ഈ കുറയ്ക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടി തരുന്നു. ആ കപ്പലണ്ടി എൻ്റെ തന്നു കഴിഞ്ഞപ്പം അത് പെട്ടെന്ന് സ്വർണ്ണ കപ്പലണ്ടി ആവുന്നു. അപ്പം ആ വീട്ടിലൊരു പട്ടിയുണ്ട്. ഈ സ്വപ്നം ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഒരുപാട് കാര്യങ്ങൾ നടന്നു.
ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങളുണ്ടായി. അപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്ന സ്വപ്നം, ഒരു വസ്തു സ്വർണമായിട്ട് കാണുന്ന സ്വപ്നം കണ്ടാൽ, ഒരു വസ്തു സ്വർണമാകുന്നു, സ്വർണം കാണുകയല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു സ്വർണമാകുന്നു, അങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാക്കും. അത് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കാരണം അത് കഴിഞ്ഞാണ് എനിക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെ എന്തൊക്കെ ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ അത് കഴിഞ്ഞ ശേഷം, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നമാണ്. ഈ സ്വപ്നം കാണുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. പക്ഷെ ഈ സ്വപ്നം അതെൻ്റെ മനസ്സിലിരുന്നു. അത് ഞാൻ സ്വപ്നങ്ങളെക്കുറിച്ച് പിന്നെ ഒരു ചെറിയ രീതിയിൽ പഠനം നടത്തി. സ്വപ്നങ്ങളെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഇതുപോലെ പഠനം നടത്താറുണ്ട്. ഹാൻഡ് റൈറ്റിങ്, എഴുത്തുകളെ കുറിച്ച് പഠനം നടത്താറുണ്ട്. ലക്ഷണശാസ്ത്രം പഠനം നടത്താറുണ്ട്. പിന്നെ തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് നക്ഷത്രങ്ങളെ, നക്ഷത്ര രഹസ്യങ്ങളെ, ഗ്രഹനില, സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്താറുണ്ട്. ഹസ്തരേഖ വിശദമായിട്ട് പല പഠനങ്ങൾ നടത്താറുണ്ട്. ഇങ്ങനെ ഞാൻ പല റിസർച്ചുകളും ചെയ്യാറുണ്ട് എൻ്റെതായ രീതി. അപ്പോൾ അങ്ങനെ ചിലതിലൊക്കെ എനിക്ക് കാര്യമുണ്ടെന്ന് തോന്നി. അതാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പം ഒന്നാമത്തെ പറയുന്നത്, ഒരു വസ്തു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വസ്തു സ്വർണമാകുന്ന സ്വപ്നം കാണുക. പട്ടിയെ സ്വപ്നം കാണുക നല്ലതാണ്, ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. പക്ഷെ ഇങ്ങനെ സ്വപ്നം മാറ്റത്തിന്റെ സൂചനയാണോ, അങ്ങനെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ ആരോടും പറയരുത്. അതാണ് അതിന്റെ രഹസ്യം. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണമായിട്ട് വരും, ഉയർച്ചകൾ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, സർപ്പത്തിന്റെ സ്വപ്നം കാണുന്നത് നല്ലത് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം അതും എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള സൂചനയാണ്. നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? സർപ്പത്തെ സ്വപ്നം കാണുന്നത് നല്ലതാണ്. അപ്പം രണ്ടാമത്തെ സ്വപ്നം. ഇനി 3 പറയുന്നത് മയിലിനെ സ്വപ്നം കാണുന്നത് ധനം, വരവ്, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ സൂചനയാണ്. അപ്പം ഈ സർപ്പത്തെ സ്വപ്നം കണ്ടാലും, മയിലിനെ സ്വപ്നം കണ്ടാലും, ഒരു വസ്തു സ്വർണ്ണമാകുന്ന സ്വപ്നം കണ്ടാലും, പട്ടിയെ സ്വപ്നം കണ്ടാലും ഒന്നും നിങ്ങൾ ഇതുപോലുള്ള സ്വപ്നങ്ങൾ ആരോടും പറയരുത് കേട്ടോ, ആരോടും വേണ്ടണ്ട. ഇനിയും അതുപോലെ തന്നെ ഗുരുക്കന്മാരെ സ്വപ്നം കാണുന്നത് നല്ലതാണ്, ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ്. 4, അതും ആരോടും പറയരുത്. അതുപോലെ കണ്ണാടി സ്വപ്നം കാണുന്നത് നല്ലതാണ്. അത് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് കണ്ണാടി സ്വപ്നത്തിൽ കാണുന്നത്. അതും നമ്മൾ ആരോടും പറയരുത്. ഇത് അപ്പം 5ാമത് പറയുന്ന കണ്ണാടി. ഇനിയും 6ാമത് പറയുന്ന മീൻ, മത്സ്യം നമുക്ക് സ്വപ്നം കാണുന്നത് നമുക്ക് പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും എന്നുള്ളൊരു സൂചനയാണ്. അപ്പം അതും ആരോടും പറയാൻ പോകണ്ട. ഇനിയും പറയാൻ പോകുന്നത്, ഇപ്പം 6 ഇപ്പം 7 പറഞ്ഞു. ഇനിയും പറയാൻ പോകുന്നത് പശുവിനെ സ്വപ്നം കാണുന്നത് നല്ലതാണ്. പശുവിനെ സ്വപ്നം കാണുന്നത് നല്ല മാറ്റത്തിനൊരു സൂചനയാണ്. ഇനി ഈ കാട് സ്വപ്നം കാണുന്നത് വലിയ ഒരു ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകും, പുതിയ അവസരങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ മാറും എന്നുള്ളൊരു സൂചനയാണ്. ഇനിയും പറയാൻ പോകുന്നത് നല്ല ക്ഷേത്രങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നല്ല ക്ഷേത്രങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാലും ജീവിതത്തിൽ പുതിയ ചേഞ്ചുകൾ ഉണ്ടാകും എന്നൊരു സൂചനയാണ്. ഈ പറയുന്ന സ്വപ്നങ്ങളൊന്നും കാണുന്നത് നിങ്ങൾ ആരോടും പറയരുത് എന്നുള്ളതാണ്. പിന്നെ വയൽ കണ്ടാലും, നെല്ലുള്ള വയൽ കണ്ടാലും, നെല്ലില്ലാത്ത വയൽ കണ്ടാലും, വയൽ കാണുന്നതും ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും, പുതിയ ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളൊരു സൂചനയാണ്. പിന്നെ മുരുകന്റെ വേല് സ്വപ്നം കാണുന്നതും ജീവിതത്തിലേക്ക് സമൃദ്ധി, ഐശ്വര്യം ഒക്കെ വരുമെന്നുള്ളൊരു സൂചനയാണ്. അപ്പം ഇത്തരം സ്വപ്നങ്ങൾ ഈ കാണുമ്പോഴൊക്കെ പിന്നെ നിങ്ങൾ ഇതൊന്നും ആരോടും പറയരുത്. നെയ്പായസം സ്വപ്നം കാണുന്ന നല്ലതാണ്, അതും ജീവിതത്തിലേക്ക് സമ്പത്ത്, ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഇത്രയും ഈ 14 സ്വപ്നങ്ങൾ നിങ്ങൾ ആരോടും പറയരുത്. ഇനിയും കുറേ നല്ല സ്വപ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട നല്ല സൂചന അല്ലാത്ത സ്വപ്നങ്ങളും പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ നമ്മൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കാണുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കാണുമെന്ന് വിചാരിച്ചു, അതൊന്നും നിങ്ങൾ ആരോടും പറയരുത്. നമ്മൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നമ്മൾ ഉടനെ അങ്ങ് മരിക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. നമുക്ക് കൂടുതൽ ജീവിച്ചിരിക്കുമെന്നാണ്. പക്ഷെ ഇത് നിങ്ങൾ ആരോടും പറയരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ സ്വപ്നം കാണുമ്പോഴെപ്പോഴും ഈ വെളുപ്പിനെ എന്ന് ഉദ്ദേശിക്കുന്ന 5 മണി 6 മണി അല്ല, അത് ആ സ്വപ്നമല്ല. ഒരു 1 മണിക്ക് 3 മണിക്ക് ഇവിടെ കാണുന്ന സ്വപ്നമാണ് ശരിക്കും ഫലിക്കുന്നത് കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം.
ആ സ്വപ്നത്തിനൊരു പ്രത്യേക പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു സൂചനയാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പം നമ്മൾ പലതും ചിന്തിക്കുന്ന സ്വപ്നം കാണും. ആ സ്വപ്നത്തിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഈ 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ പ്രപഞ്ചം നമുക്ക് തരുന്ന ചില സൂചനയാണ്. നമ്മൾ ആ 1 മണിക്കും 3 മണിക്കും ഇടയിൽ നമ്മുടെ മൈൻഡ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. ആ ഡീപ്പ് സ്ലീപ്പിൽ നമ്മളുടെ ബോധം പ്രപഞ്ച ബോധവുമായിട്ട് അല്ലെ പ്രപഞ്ചത്തിലെ പല എനർജിയുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ ആ സമയമാണ് നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ ബോധത്തിലേക്ക് ചില സൂചനകൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ വെളുപ്പിനെ ഉദ്ദേശിക്കുന്ന 1 മണിക്കും 3 മണിക്കും ഇടയിൽ കാണുന്ന സ്വപ്നമാണ് കേട്ടോ അത് ഫലിക്കുന്നത്. പിന്നെ ഈ ഈശ്വരന്മാരെ, ഇപ്പം കൃഷ്ണനായിക്കോട്ടെ, ശിവനായിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, അയ്യപ്പനായിക്കോട്ടെ, ഈശ്വരന്മാരെയും ദേവതകളെ സ്വപ്നം കാണുന്നത്, ദേവി ആയിക്കോട്ടെ, അങ്ങനെ ഈശ്വരന്മാരെയും ദേവതകളെയും സ്വപ്നം കാണുന്നതും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും എന്നൊരു സൂചനയാണ്. കാരണം ഇത് പറയാൻ കാര്യം, ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കണ്ടിട്ടുണ്ട്. അത് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ശിവഭഗവാനെ മിക്കവാറും പല രീതിയിൽ ഭഗവാനെ ശിവലിംഗമായിട്ടും പല രീതിയിലും ഭഗവാന്റെ അശരീരിയായിട്ടും ഒക്കെ കാണാറുണ്ട്. അപ്പം ഇത് അങ്ങനെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഈശ്വരന്മാരെ, ദേവതകളെ ഒക്കെ സ്വപ്നം കാണുന്നതും വളരെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനയാണ്. അപ്പം ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ ആരോടും പറയരുത്. ഇനിയും ആടിന് സ്വപ്നം കാണുന്നതും നല്ലതാണ്. അതൊരു ധനഭാഗ്യം ഉണ്ടാകാൻ പോകുന്നുള്ള ഒരു ലക്ഷണമാണ്. പിന്നെ ആനയെ സ്വപ്നം കാണുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ വലിയ സമുദ്രം, അതുപോലെ നദി, കുളം, ഇതൊക്കെ സ്വപ്നം കാണുന്നത് നല്ലതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറുന്നു എന്നുള്ളൊരു സൂചനയാണ്. പിന്നെ ചില ജീവികളെ സ്വപ്നം കാണുന്നത് അത്ര നല്ലതല്ല. പുലി വന്യമൃഗമാണ്, ഒരു ക്രൗര്യമുള്ള മൃഗമാണ്, അതത്ര നല്ലതല്ല, പ്രതിസന്ധികളെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ കരടിയെ സ്വപ്നം കാണുന്നതും അത് ആ കരടിയെ സ്വപ്നം കാണുന്നത് ഒരു നല്ല അനുഭവമായിട്ടാണ് കരടിയെ. പക്ഷെ പുലിയെ സ്വപ്നം കാണുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഈ ആമയുടെ കാര്യം പറയാം. ഞാൻ ഈ ആമമോതിരത്തെക്കുറിച്ച് വീഡിയോ പറയാനുള്ള ഒരു കാരണം, ഞാൻ ആമയെ സ്വപ്നത്തിൽ കണ്ടു. അത് ഞാനൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയാണ് ആമമോതിരത്തെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങുന്നത്. ഇപ്പം ഈ ആമയെ സ്വപ്നം കാണുന്നത് നല്ലതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറും, ഉയർച്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇനി മാനിനെ സ്വപ്നം കാണുന്നത് ടെൻഷനെയാണ് കാണിക്കുന്നത്, ചഞ്ചലമായ മനസ്സിനെ അല്ലെ ടെൻഷനെയാണ് കാണിക്കുന്നത്. പല്ലിയെ സ്വപ്നം കാണുന്നത് അത്ര നല്ലതല്ല. പിന്നെ എരുമ, പോത്ത്, ഇതിനെ സ്വപ്നം കാണുന്നത് പൊതുവെ അത്ര ഗുണകരമായിട്ടല്ല കണക്കാക്കുന്നത്. പൂച്ചയെ സ്വപ്നം കാണുന്നത് അത്ര നല്ലതല്ല. ചിലർ പറയും പൂച്ചയെ സ്വപ്നം കാണുന്നു, പക്ഷെ അത്ര നല്ലതല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മുതലയും സ്വപ്നം കാണുന്നത് നമുക്ക് വളരെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു, അല്ലെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ചില സൂചനകളെയാണ് കാണുന്നത്. അതുപോലെ ചന്ദനം സ്വപ്നം കാണുന്നത് നല്ലതാണ്. വെഞ്ചാമരം സ്വപ്നം കാണുന്നത് നല്ലതാണ്. അത്തരം സ്വപ്നങ്ങൾ നല്ലതാണ്. കാക്കയെ സ്വപ്നം കാണുന്നത് അത്ര ഗുണകരമായിട്ടുള്ളതല്ല, കാക്ക. പിന്നെ നമുക്ക് ഈ സംഗീത ഉപകരണങ്ങൾ അത് സ്വപ്നം കാണുന്നത് നല്ലതാണ്. അതുപോലെ ഈ ഞാനൊരു ഒരു ഒരു എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം പറയാം. അമേധ്യമല്ലേ, മനുഷ്യൻ്റെ, അതായത് മലം സ്വപ്നം കാണുന്നത് നല്ലതാണ്, സമ്പത്തുണ്ടാകും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് സാമ്പത്തികമായ ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത്ര തന്നെ. അതുപോലെ അതേ ഒരു അനുഭവം ഞാൻ പറഞ്ഞു വിട്ടു. പിന്നെ മദ്യം, മാംസം, ഇതൊക്കെ സ്വപ്നം കാണുന്നത് നല്ലതാണെന്നാണ് സ്വപ്നശാസ്ത്രം പറയുന്നത്. എനിക്ക് അനുഭവം ഉള്ളതാണ് ഞാൻ ഇടയ്ക്ക് എടുത്ത് പറയുന്നത് കേട്ടോ. ബാക്കിയൊക്കെ സ്വപ്നശാസ്ത്രം പറയുന്ന കാര്യങ്ങളാണ്. അപ്പം മദ്യം, മാംസം, ഇതൊക്കെ സ്വപ്നം കാണുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് സ്വപ്നശാസ്ത്രം അനുസരിച്ച്. പിന്നെ കടുക് നല്ലതല്ല, സ്വപ്നം കാണുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. അതുപോലെ കടുക്, മുളക് സ്വപ്നം കാണുന്നത് അത്ര നല്ല അല്ലെന്നുള്ളതാണ്. ഇരുമ്പ്, ഇതൊന്നും അത്ര നല്ലതല്ലെന്നുള്ളതാണ് സ്വപ്നശാസ്ത്രം പറയുന്നത്. വെള്ളിയും സ്വപ്നം കാണുന്നത് അത്ര ഗുണകരമല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ കുതിരയെ സ്വപ്നം കാണുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. തൈര്, പിന്നെ നമ്മൾ കുടം, ഇതൊക്കെ സ്വപ്നം കാണുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പാലും സ്വപ്നം കാണുന്നത് വളരെ നല്ലതാണെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ
പിന്നെ സൂര്യനെ സ്വപ്നം കാണാൻ നല്ലതാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ചില സ്വപ്ന സൂചനകളുണ്ട്. അത് പ്രപഞ്ചം നമുക്ക് തരുന്ന സൂചനകളാണ്. അത് ഈ 1 മണിക്കും 3 മണിക്കും ഇടയിൽ നമ്മൾ ആ കാണുമ്പോഴാണ് അതിനൊരു ശരിയായിട്ടുള്ള അർത്ഥം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നടന്ന് ചില സ്വപ്നം കാണും, അതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല. പിന്നെ നമുക്ക് നല്ലതല്ലാത്ത ചില സ്വപ്നങ്ങളാണ് കണ്ടതെങ്കിൽ അതിൻ്റെ അകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് 108 തവണ ഓം നമഃശിവായ എന്ന് ജപിച്ചാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ രാവിലെ വിളക്ക് കത്തിച്ചു കഴിഞ്ഞ് വിളക്കിന്റെ സൈഡിൽ ഏതെങ്കിലും സൈഡിൽ നിന്ന് പടിഞ്ഞാറ് തിരിഞ്ഞു നിന്ന് വലത് കൈയുടെ ഉള്ളം കൈയിൽ അല്പം ഭസ്മം, ഒരു നുള്ള ഭസ്മം വെച്ച് പാദം മുതൽ ശിരസ് വരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഓം നമഃശിവായ എന്ന് പറഞ്ഞ് പടിഞ്ഞാട്ട് ഊതിയാൽ മതി. ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അത് ചില സൂചനകൾ. അപ്പൊ ദൈവാധീനം ഉണ്ടാകുമ്പോൾ എല്ലാം ശരിയായിരിക്കും. ഇതൊന്നും വലിയ പേടിക്കേണ്ട കാര്യങ്ങളോ പ്രശ്നമുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ ചില നല്ല സൂചനകൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സ്വപ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കപ്പലണ്ടി സ്വർണ്ണമാകുന്നു, അത് എൻ്റെ ഉണ്ടായ അനുഭവമാണ്. പട്ടിയെ കാണുന്നു, അതൊക്കെ എനിക്കുണ്ടായ അനുഭവമാണ്. അത് ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ, എനിക്ക് അതിനുശേഷം വലിയ ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്വപ്നങ്ങളാണ്. ഇപ്പം കാര്യമുള്ള ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം ഈ സ്വപ്നത്തെക്കുറിച്ച്, സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നമ്മളുമായിട്ട്, പ്രപഞ്ചബോധം നമ്മുടെ ബോധമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഡീപ്പ് സ്ലീപ്പിൽ ഉണ്ടാകുന്ന ചില നിമിഷങ്ങളിൽ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന ചില സൂചനകളാണ്. ഞാൻ പലപ്പോഴും ഈ കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും പിന്നീട് എനിക്ക് അനുഭവത്തിൽ വരാറുണ്ട്. വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രപഞ്ചബോധവുമായിട്ട് നമ്മുടെ മൈൻഡ് 1 മണിക്കും 3 മണിക്കും അല്ലെ 1 മണിക്കും 3:30ക്കും ഇടയ്ക്ക് വെളുപ്പിന് ഉറക്കത്തിൽ ആ നമ്മുടെ മനസ്സ് പ്രപഞ്ചബോധമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ കാണുന്ന ചില കാര്യങ്ങൾക്ക് കാര്യമുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഞാൻ അങ്ങനെ പല കാണുന്ന കാര്യങ്ങളും പലതും ഒരുപാട് കാര്യങ്ങൾ ഞാനത് ചിലപ്പോൾ ജീവിതത്തിലൊക്കെ നടന്ന് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞാനതുപോലെ ഉറക്കത്തിൽ ഒരു കുറച്ച് നോട്ട് ഒരിടത്ത് കിടക്കുന്നതായിട്ട് കണ്ടു. അത് പിറ്റേ ദിവസം ഞാൻ ആ സ്ഥലത്ത് അത് കണ്ടു ഞാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ചില സ്വപ്നങ്ങളെ വിശ്വസിക്കാനുള്ള കാര്യം. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്വപ്നങ്ങൾ. അപ്പം എല്ലാ സ്വപ്നങ്ങളും നിസാരമല്ല. കാര്യമുള്ള സ്വപ്നങ്ങളും ഉണ്ട്, കാര്യമില്ലാത്ത സ്വപ്നങ്ങളും ഉണ്ട്. അപ്പം ഈ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ചില സൂചനകൾ, ചില സ്വപ്നങ്ങൾ ചില സൂചനകളാണ്. അതൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്. നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ ഒരു സൂചന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. നമ്മൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിലും വ്യാഴാഴ്ച കൃഷ്ണനും ചെയ്തുകൊള്ളണം. അപ്പോൾ ഭാഗ്യം അങ്ങോട്ട് വർദ്ധിക്കും. അപ്പം നമ്മൾ ആ സ്വപ്നത്തിൽ നമുക്ക് കിട്ടിയ സൂചന നല്ല രീതിയിൽ നമുക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്വപ്നത്തിൽ കിട്ടിയ ഒരു സൂചന കൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റം നമുക്ക് നല്ല രീതിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ അല്പം ഭാഗ്യം കൂടെ നമുക്ക് വേണം. അത് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ രാവിലെയും വെള്ളിയാഴ്ച ഭദ്രകാളിയല്ല ദേവീക്ഷേത്രത്തിൽ രാവിലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്താൽ അപ്പം നമുക്ക് അത് കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ചില ലക്ഷണശാസ്ത്രങ്ങളുണ്ട്. അതായത് ഒരു വ്യക്തിയെ കാണുമ്പോൾ ചില ഭാഗ്യം തരുന്ന കാര്യങ്ങളുണ്ട്. അതായത് ചില വ്യക്തികളെ കാണുമ്പോൾ അവരുടെ മൂക്ക് വളരെ ഷാർപ്പായിട്ട് കൂർത്തിരിക്കുക. ആ വ്യക്തികൾക്ക് ധീരമായി, അതായത് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേക കഴിവുണ്ട്. അവർക്ക് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരാണ്. ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ആശയവിനിമയം ചെയ്യാൻ കഴിവുള്ളവർ തന്നെയാണ്. പിന്നെ അതുപോലെ ഫോഴ്സ്, പോലീസ്, പട്ടാള ഈ മേഖലകളിലൊക്കെ ഷാർപ്പ് മൂക്കുള്ളവർക്ക് അല്പം ഒരു ധീരതയും ക്വിക്ക് ആക്ഷനുമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരുടെ മൂക്കുണ്ട് ഈ പതുങ്ങിയ മൂക്ക്, കണ്ടമാനം പതുങ്ങിയ മൂക്ക്. അങ്ങനെയുള്ളവർ വിശേഷ കഴിവുള്ളവരാണ്. മറ്റുള്ളവർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യും. ചില വിശേഷ ടാലൻ്റ് ഉള്ളവരാണ്. പിന്നെ ചില ആളുകൾ ഈ താടിയുടെ കീഴല് കണ്ടമാനം നീണ്ടിരിക്കുക, കണ്ടമാനം താഴേക്ക് ഇങ്ങനെ, സാധാരണ എല്ലാവർക്കും ഇച്ചിരി നീളമേ ഉണ്ട്, ഇത് കണ്ടമാനം താഴേക്ക് നീണ്ടിരിക്കുക. അവർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇത് ഞാൻ പറയുന്ന ലക്ഷണശാസ്ത്രം കേട്ടോ. അതായത് അവർക്ക് വീണ്ടും വിചാരമില്ലാതെ ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ അങ്ങനെയുള്ളവരാണ് പെട്ടെന്നൊരു വഴക്ക് പിടിപ്പിക്കുമ്പോൾ ചിലപ്പം കൈ കിട്ടുന്ന ചോദ്യത്തിനെ ഉപദ്രവിക്കുക, അവൻ എന്നാങ്കിലും പറ്റുക, പിന്നെ ഇവനും ജയിലിൽ പോവുക, അവൻ്റെ ജീവിതം പോയി ഇവൻ്റെ ജീവിതം പോയി. അങ്ങനെ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കാനുള്ള ടെൻഡൻസി ഈ കീഴ്ത്താടിയിൽ കുറേ
സാധാരണ എല്ലാവർക്കും ഇച്ചിരി നീണ്ട കാണുന്നത്, കുറേ നീണ്ട് കാണുന്നവർക്ക് ബുദ്ധി പ്രവർത്തിക്കത്തില്ല, അവർക്ക് വികാരമായിരിക്കും കൂടുതൽ. പിന്നെ നെറ്റിയുടെ മധ്യഭാഗം ഈ കുഴിഞ്ഞു കാണുന്നവർക്ക് കുറച്ച് ദാരിദ്ര്യം, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷെ അത് മാറും കേട്ടോ, യാതൊരു സംശയം വേണ്ട, അത് മാറും. കാരണം ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പല നിരീക്ഷണങ്ങളും പഠനങ്ങളും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ മാറും, ഒരു സംശയം വേണ്ട. പിന്നെ ചിലർക്ക് കൈയുടെ ഉള്ളം കൈ എല്ലാവർക്കും ചില ഈ കുഴിഞ്ഞായിരിക്കുന്നത്, പക്ഷെ സാമാന്യത്തിൽ കൂടുതൽ കുഴു വരുന്ന ദാരിദ്ര്യത്തിന്റെ ഒരു ലക്ഷണമാണ്. അതും മാറും, ഇതൊക്കെ മാറും. അതൊന്നും വലിയ കാര്യമുള്ള കാര്യങ്ങളല്ല. നമ്മളുടെ പ്രവൃത്തി, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക, ക്ഷേത്രങ്ങളിൽ പോവുക, നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക, മനസ്സിൽ നല്ലത് ചിന്തിക്കുക, ശിവനെയും ഭദ്രകാളിയെയും വണങ്ങിയാൽ പെട്ടെന്ന് മാറ്റം വരും. ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുന്നത് എന്താണ്? ശിവനും ഭദ്രകാളിയും. പെട്ടെന്ന് ചേഞ്ച് ആകും ലൈഫ്, യാതൊരു സംശയം വേണ്ട. പിന്നെ നമുക്കുണ്ടാകുന്ന ഐശ്വര്യങ്ങൾ നിലനിൽക്കാനും അത് എന്നും ഉണ്ടാകാനും കൃഷ്ണനെ കൂടെ പിടിച്ചോണം. ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. അപ്പം ഞാൻ പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ ഒരു വഴിയാണ്, അതൊക്കെ ഒരു രീതിയാണ്, അതൊക്കെ ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന ചില ജ്ഞാനങ്ങളാണ്. പിന്നെ ഈ കൈയുടെ മധ്യത്തിൽ മറുക് വരുന്നത് നല്ലതാണ്. അതുപോലെ പുക്കിളിനകത്ത് മറുകുണ്ടെങ്കിൽ നല്ലതാണ്. ഈ പുക്കിളിനുള്ളിൽ മറുകുള്ള ഒരു കുബേരനെ പോലെ സമ്പത്തുണ്ടാവും. അത് ഇന്നലെ നാളെ ഉണ്ടാകും. പിന്നെ നമ്മളോട് അതിനൊരു പരിശ്രമം ചെയ്യാൻ അതൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ കൈയുടെ ഉള്ളം കൈയിൽ മറുക് നല്ലതാണ്. ഈ മറുകിന്റെ കാര്യത്തിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്. ഈ മറുക് ഇപ്പൊ ആയുർരേഖ വരുന്നെന്ന് വിചാരിച്ചു, ഈ സാധാരണ മറുകും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന മറുകും ഉണ്ട്. ഞാൻ ഈ മറുകിന്റെ കണ്ട് ഞാൻ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ചില്ലറ മാറാൻ ചെന്നപ്പോഴത്തേനും എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അയാൾ കുറെ ജോലി പിന്നെ എന്ത് ജോലിയാണെന്ന് ഞാൻ പറയുന്നില്ല. അയാൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക. ഞാനപ്പോൾ ചില്ലറ മാറാൻ വേണ്ടി അവിടെ ചെന്നപ്പം കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ തിരക്കിലാണ് എന്ന് പറഞ്ഞ് എനിക്ക് ചില്ലറ തന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൈ കണ്ടപ്പോൾ ഞാനൊരു മറുക് കണ്ടിട്ട് ശനിമണ്ഡലത്തിലൊരു മറുക് കണ്ടു. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പുള്ളി പറഞ്ഞു, അയ്യോ എനിക്ക് തിരക്കാം, പിന്നെ പറയാമെന്ന് പറഞ്ഞു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പുള്ളി എന്നെ കാണാൻ വന്നപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു അസുഖം ബാധിച്ച് നടക്കാനും വയ്യ, ആകെ ബുദ്ധിമുട്ടായി. അതായത് ഒരു അസുഖത്തിൽ ബാധിച്ച്, ഞാൻ അതെന്താണെന്നൊന്നും പറയുന്നില്ല. അപ്പോഴത്തേനും എന്നോട് ചോദിച്ചാൽ എന്തായിരുന്നു അന്ന് പറയാൻ. ഞാൻ അന്ന് പറയാനുണ്ടായിരുന്ന കാര്യം അതിപ്പം അത് നടന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് പറയുന്ന കാര്യമില്ല. അപ്പം ഈ മറുകിൻ്റെ അകത്തും ചില കാര്യങ്ങളുണ്ട്. മറുകെന്ന് പറഞ്ഞാൽ ഒരു പേനായുടെ പോയിന്റ് ഇല്ലേ, പേന ഒന്ന് നമ്മുടെ കയ്യുടെ ആ പോയിന്റ്, അങ്ങനെയുള്ള മറുകാണ് കൂടുതൽ അപകടകാരി. ഇച്ചിരി പരന്ന മറുക് ഒരു കുഴപ്പമില്ല എന്ന് കരുതി എല്ലാ മറുകും അങ്ങനെ ദോഷം ഉണ്ടാകണമെന്നുമില്ല. ഇനി മറുക് വന്നു അത് ചില ലക്ഷണശാസ്ത്രം അനുസരിച്ച് ചില ദോഷം ഉണ്ടെങ്കിൽ പോലും അതും വലിയ ദോഷം ഉണ്ടാകാതെ പോവുക തന്നെ ചെയ്യാം, പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും പോയി ഒന്ന് തൊഴുക, പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രവൃത്തി കർമ്മം ശരിയാകുക, നമ്മുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഏതൊരു കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ മറുക് ചില സ്പോട്ടുകളിൽ വരുമ്പോൾ നമുക്ക് അശ്രദ്ധ ചില കാലഘട്ടങ്ങളിൽ ഉണ്ടാകാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മറുക് ആയുർരേഖ ഒരാൾക്ക് ഒരു മറുക് വന്നു, ആ മറുക് ഒരു ചെറിയ പരന്ന മറുകാണെങ്കിൽ ഒരു കുഴപ്പമില്ല. തീരെ പോയിന്റ് പോലുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഷുഗറ്, കൊളസ്ട്രോള്, BP ഇതൊക്കെ ചെക്ക് ചെയ്ത് പോകണം. ചെക്ക് ചെയ്ത് പോയാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് പല കാര്യങ്ങളും അശ്രദ്ധ ഉണ്ടാകാം, അതുകൊണ്ട് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്നേ ഉള്ളൂ. അല്ല പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായില്ലേ? ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളല്ല. നമ്മൾ അതിനെല്ലാം ശരിയായിട്ട് മനസ്സിലാക്കുക. ശരിയായിട്ട് അറിവില്ലാത്തതുകൊണ്ടാണ് പേടിക്കുന്നത്. ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി പലതും പറയും, നമ്മളെ വിശ്വസിക്കുകയും ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ശരിയായിട്ട് ഡെപ്ത് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഏറ്റവും മൂലയൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞ ഓരോ തെറ്റിദ്ധാരണകളുടെ പുറത്ത് മനുഷ്യൻ പേടിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഏതൊരു കാര്യവും, നമ്മൾ അതിനെക്കുറിച്ച് ശരിയായിട്ട് അറിഞ്ഞാൽ മതി, മനസ്സിലായില്ല? പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഏഴരശനി, കണ്ടകശനി, പ്രത്യേകിച്ച് ഏഴരശനി സമയങ്ങളിൽ നിങ്ങൾ അശ്രദ്ധ കൂടുതൽ ഉണ്ടാകും എന്നുള്ളത്, അല്ല വേറെ കുഴപ്പമൊന്നും അതിൻ്റെ അകത്തില്ല. അശ്രദ്ധ കൂടുതൽ ഉണ്ടാവും ആ സമയങ്ങളിൽ. കാരണം ആ സമയങ്ങളിൽ മനസ്സിന് ചിലപ്പോൾ ടെൻഷൻ കൂടുക, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി ഉപയോഗിക്കും, വണ്ടിയുടെ ബ്രേക്ക് ദിവസം ചെക്ക് ചെയ്യുക, വണ്ടിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. നിങ്ങൾ റോങ് ഓവർടേക്കിങ് ഇതൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ വണ്ടി ക്ഷീണം ഉള്ളപ്പോൾ ഓടിക്കരുത്, വണ്ടി ഇരുന്ന് ഉറങ്ങരുത്. ഞാൻ ഒരാളുടെ കൈരേഖ നോക്കിയപ്പം ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വണ്ടി ഇരുന്ന് ഉറങ്ങാറുണ്ടോ എന്ന് ചോദിച്ചു. ഉറങ്ങാറില്ലേന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു ഉണ്ട്. ഞാൻ പറഞ്ഞു ഇനി ഉറങ്ങരുതെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ആ രേഖയിൽ ഒരു സാധ്യത കണ്ടിട്ടാ പറഞ്ഞേ.
എന്നാൽ അതുകൊണ്ട് ഇന്നും അയാൾ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ആപത്തും ഉണ്ടായിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ല, അശ്രദ്ധ കൊണ്ടാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് ദോഷ സമയങ്ങളിൽ, നമ്മൾ മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ അശ്രദ്ധ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പം നമുക്ക് ജോലിഭാരം കൂടുതലുണ്ട്, വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ടെൻഷനുണ്ട്. ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലും, വണ്ടി ഓടിക്കുമ്പോഴൊക്കെ അശ്രദ്ധ ഉണ്ടാകും. അപ്പം ആ സമയങ്ങളിലൊക്കെ ഒന്ന് നമ്മളെ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നവർ മനസ്സിലാക്കി എടുത്തോട്ടെ, അവർക്ക് ഗുണമുണ്ടാകും. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകണ്ടല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് വിചാരിച്ചു, അല്ലെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടണമെന്ന് വിചാരിച്ചു. ഒരു 41 ദിവസം നമ്മൾ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. 41 ദിവസം നമ്മൾ ആ കാര്യമേ മനസ്സിൽ ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായും മനസ്സ് ശ്രദ്ധിച്ച് നമ്മൾ അതോടൊപ്പം ഇടയ്ക്ക് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക. അപ്പം മനസ്സിലൊരു ആനന്ദം നിറയ്ക്കുക. ഈ കാര്യമേ മനസ്സിൽ ചിന്തിക്കരുത്. ഇതിനൊരു സൊല്യൂഷൻ കിട്ടും, എന്ത് പ്രശ്നത്തിനും പരിഹാരം കിട്ടും. നമ്മൾ ആ പ്രശ്നം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് പരിഹാരം കിട്ടാത്തത്. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിഹാരം കിട്ടാൻ വലിയ പാടാണ്. നമ്മളത് വിടുക, മറ്റു കാര്യങ്ങളിൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുക. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ പോവുക, അതിൽ മനസ്സുകൊണ്ട് ആ നിമിഷത്തിൽ ആനന്ദിക്കുക. ഒരു 41 ദിവസം അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരം കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടോ? ചെയ്തു നോക്കിയോ? ഞാനിതൊക്കെ ചെയ്തു നോക്കിയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും പറഞ്ഞു കൊടുത്ത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കും ഒക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.